തൃശൂർ പോട്ടയിൽ ബാങ്ക് ജീവനക്കാരെ ബന്ദിയാക്കി മോഷണം നടത്തിയതിന്റെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ 24 പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. സൂരജ് സജി ഒരിക്കൽ കൂടി ചേരുകയാണ്. സൂരജ്, പോലീസ് ഉദ്യോഗസ്ഥർ നിലവിൽ എന്തൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്? ബാങ്ക് ജീവനക്കാരെ ഓരോരുത്തരെയായി ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുകയാണോ? തീർച്ചയായും പ്രവിധ, അത് തന്നെയാണ്. ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്തു വരികയാണ്. ഇപ്പോൾ നമ്മളോട് ചേരുന്നത് ഇവിടുത്തെ ഒരു സമീപത്തെ കട നടത്തുന്ന ആളാണ്. ഈ വിവരം എങ്ങനെയാണ് അറിഞ്ഞത്? എങ്ങനെയായിരുന്നു? ഞങ്ങളിവിടെ പബ്ലിക് അറിഞ്ഞ് ഞാൻ കുറച്ചപ്പുറത്ത് ഫാർമസി നടത്തുന്ന ആളാണ്. അപ്പോൾ ഇവിടെ ബാങ്ക് കവർച്ച നടത്തി എന്ന് പറഞ്ഞു. അതിൻ്റെ പെട്ടെന്ന് ഞങ്ങൾ ഓടി വന്നാണ്. അപ്പോൾ ഇവിടെ പോലീസ് അപ്ലൈക്ക് എത്തിയിരുന്നു. ഇവർ പറഞ്ഞത് എന്താ പ്രാഥമികമായിട്ട്? ഇവരൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ പബ്ലിക്കിൽ നിന്ന് അറിഞ്ഞത് ഒരു വ്യക്തി ഒരു സ്കൂട്ടറുമായി വന്ന് അതിക്രമിച്ച് കയറി. അതിൽ ജീവനക്കാർ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് മാനേജറും ഒരു സ്റ്റാഫും ഉണ്ടായിരുന്നുള്ള അവരെ വാഷ്റൂമിൽ അടച്ച് അങ്ങനെ കവർച്ച നടത്തി എന്നാണ് പറയണത്. പോട്ടയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യം ഇതിങ്ങനെ ഒരു കവർച്ച പോട്ടയിൽ സാധാരണ അതിൽ അടുത്തൊന്നും കണ്ടതായിട്ട് ഞങ്ങളുടെ ഓർമ്മയിലില്ല. സമീപത്തെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു നമ്മൾ. അതറിയില്ല, അതൊക്കെ പോലീസ് എങ്ങോട്ട് പോയതെന്നൊന്നും ആരും കണ്ടിട്ടില്ല. അതൊന്നും ആരും കണ്ടിട്ടില്ല. അത് കവർച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ പൊതുജനങ്ങൾ അറിയുന്നത്. കവർച്ച നടത്തിയ ആൾ പോയതിനു ശേഷം മാത്രമാണ് പുറത്തേക്ക് വിവരം അറിയുന്നത്. ഇവിടെ കടക്കാരോട് പറഞ്ഞു. ഞങ്ങളൊക്കെ അങ്ങനെ അവിടെ വന്ന് ഞങ്ങളൊക്കെ എത്തുകയായിരുന്നു. അതായത് ഈ സമയത്ത് 2 ജീവനക്കാർ അകത്ത് ഭക്ഷണം കഴിക്കുകയായിരുന്നു. പിന്നീട് ഉണ്ടായിരുന്ന 2 ജീവനക്കാർ മാത്രമാണ്. 2 ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. 2 പേർ അകത്ത് ഭക്ഷണം കഴിക്കുന്നു, 2 പേർ ഈ സമയം ബാങ്കിലെ ഈ പ്രവർത്തനങ്ങൾ നോക്കുന്നുമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരാൾ ഈ ഹെൽമറ്റ് ധരിച്ച് അതോടൊപ്പം തന്നെ ഈ ജാക്കറ്റ് അടക്കം ധരിച്ച് ഇവിടെ എത്തുന്നത്. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ മുറി അവിടെ നിന്ന് ലോക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഈ ബാക്കി 2 പേരെ സൂരജ്, ഈ പറയുന്നതനുസരിച്ച് ഭക്ഷണം കഴിച്ച ജീവനക്കാരുടെ മുറി ലോക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ കൃത്യമായി ഇവർ ഏത് മുറിയിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നതെന്നൊക്കെ അറിയുന്ന ആളാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതായത് അതാണ് പോലീസ് പ്രധാനമായും പറയുന്നത്. അതായത് കൃത്യമായ ധാരണയുള്ള ആളാണ്, ബാങ്കിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുള്ള ആളാണ് ഈ മോഷണം നടത്തിയതെന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതായത് ഈ 2 ജീവനക്കാർ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ സമയത്ത് അവർ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് പുറത്തു നിന്ന് അത് ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്തതിന് ശേഷം ഇയാൾ ഈ ബാക്കി 2 പേരെയാണ് ഭീഷണിപ്പെടുത്തി അവരെ കൂടി ശുചിമുറിയിൽ പൂട്ടിയിടുകയായിരുന്നു. 2 ജീവനക്കാരെ, മാനേജരെയും മറ്റൊരു ജീവനക്കാരനെയും കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ശുചിമുറിയിൽ പൂട്ടിയിടുന്നു. അവിടെ ഉണ്ടായിരുന്ന കസേര എടുത്ത് ഈ ക്യാഷ് കൗണ്ടർ തല്ലിപ്പൊളിച്ചാണ് അതിനകത്ത് നിന്ന് പണം കവർന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ ബാങ്കിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനൊന്നും തന്നെ ഉണ്ടാകാതെ പോയതാണ് എളുപ്പത്തിൽ ഇയാൾക്ക് ഈ പണം കവർന്ന് ഇത് പുറത്തേക്ക് പോകാൻ ഇടയാക്കുന്ന CCTV ദൃശ്യങ്ങളിൽ, അതായത് ബാങ്കിനകത്ത് മോഷണം നടത്തുന്ന CCTV ദൃശ്യങ്ങൾ അടക്കം തന്നെ ഇതിനോടകം തന്നെ നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് എത്രത്തോളം എളുപ്പത്തിലാണ് ഇയാൾ ഈ കവർച്ച നടത്തിക്കൊണ്ട് കടന്നു പോകുന്നതിനുള്ളതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ദൃശ്യത്തിൽ തന്നെ വ്യക്തമാണ് ആ ക്യാഷ് കൗണ്ടറിനകത്ത് കയറിയതിനു ശേഷം ഈ പ്രതി വളരെ എളുപ്പത്തിൽ ഈ ക്യാഷ് കൗണ്ടറിലെ പണം കവർന്നുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ഈ പ്രദേശവാസികളുമായി, പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് കട നടത്തുന്ന ആളുകളും മറ്റുമായി എല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ മോഷണ വിവരം പുറത്തേക്ക് പോലും അറിഞ്ഞില്ല. അത്രമാത്രം ഒരു രഹസ്യമായി ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ഈ വ്യക്തിക്ക് കഴിഞ്ഞു. അത് ഒരാൾ മാത്രമാണ് ഈ സ്കൂട്ടറിൽ ഇങ്ങോട്ടേക്ക് എത്തി ഈ ഹെൽമറ്റ് ധരിച്ച് കയറുന്നു, അതോടൊപ്പം തന്നെ ജാക്കറ്റ് ധരിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആയുധം കാണിക്കുന്ന സമയത്ത് എന്തു ചെയ്യണമെന്ന് അറിയാതെ തങ്ങൾ പതറിപ്പോയി. ഈ സമയത്താണ് ഈ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകളെ പൂട്ടിയിടുന്നതും പിന്നീട് ഈ മാനേജരെയും തൃശൂർ പോട്ടയിലാണ് ബാങ്ക് ജീവനക്കാരെ ബന്ദിയാക്കി മോഷണം നടന്നിരിക്കുന്നത്. 15 ലക്ഷം രൂപയാണ് ഒരാൾ സിമ്പിളായി കയറി വന്ന് അവരെ ബന്ദിയാക്കി മോഷ്ടിച്ചു കൊണ്ടുപോയത്. ഫെഡറൽ ബാങ്ക് ശാഖയിലാണ് മോഷണം നടന്നത്. പോലീസ് സംഘം ഇപ്പോൾ അവിടെ പരിശോധന നടത്തുകയാണ്. കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ജീവനക്കാരെ ശുചിമുറിയിൽ പൂട്ടിയിട്ട ശേഷം ക്യാഷ് കൗണ്ടറിലെത്തി അവിടെ നിന്ന് 15 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുകയാണ്, തെളിവെടുപ്പ് നടത്തുകയാണ്, ഒപ്പം മൊഴികൾ ശേഖരിക്കുന്നുണ്ട്.